എങ്ങനെയുണ്ട് ടേസ്റ്റ്? ഹലോ ഗൈസ്, വെൽക്കം ടു വൺസ് അഗൈൻ. ഇന്നത്തെ വീഡിയോ അല്ല, പോളി വീഡിയോ ആണ്. എന്തോ സാധനം, പൊളി സാധനം. ഏകദേശം 17 കിലോ തൂക്കമുള്ള. ഇന്നില്ലേ ഞങ്ങൾ BS വേണ്ട, BS എൻ്റെ ആംഗ്ലേഴ്സ് എല്ലാം ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുന്നുണ്ടോ? കരയെന്ന് പിടിച്ചത് ഇത് ഞങ്ങൾ കരയെന്നാണ് ഉസ്മാനെ പിടിച്ചത്. പല ആൾക്കല്ലോ ഉസ്മാനെ ഭയങ്കര സംശയം ഇങ്ങനെ കരയെന്ന് പിടിക്കാൻ പറ്റുമെന്ന്. അപ്പോൾ ഇതിന്റെ വീഡിയോ ഇല്ലേ ഞങ്ങൾ ഇതിന് ശേഷം ഇതിന്റെ വീഡിയോ കൂടി ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ എന്തായാലും കാണുക. അതുപോലെ തന്നെ ഇത് കട്ട് ചെയ്യുന്ന വീഡിയോ ഉണ്ട്. ആദ്യം കട്ട് ചെയ്തിട്ട് ഇത് നിങ്ങൾ കാട്ടിക്കുക. അതിന് ശേഷം പിടിക്കാൻ പറ്റുന്നില്ല. നോക്കുക, ഏത് സൈസാ. അപ്പോൾ ഇതുപോലത്തെ മീനല്ലല്ലോ ഞങ്ങൾ BS ആംഗ്ലേഴ്സ് ബാക്ക് അടിച്ചിട്ടുക. ബഹ്റൈനിലെ നമ്പർ 1 ആംഗ്ലേഴ്സ് ആണ് ഞങ്ങൾ ബുക്ക് ചെയ്താണ് ഗൈസ്. നിങ്ങൾക്കെല്ലാം സംശയം ഉണ്ടാവും ഇത് എങ്ങനെ പിടിച്ചു. അപ്പോൾ ഇതിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ ആദ്യം ഇതൊന്ന് കാണും, എന്നിട്ട് ഇത് പിടിക്കുന്ന വീഡിയോ കൂടി ഉണ്ട്. ഇതാണ് ഞങ്ങളെ BS ആംഗ്ലേഴ്സ്. അപ്പോൾ എല്ലാവരും വീഡിയോ ഇട്ട് വാ. ബിസ്മില്ലാ, പറഞ്ഞല്ലേ കട്ടിങ്. ഞാൻ ഇപ്പോൾ ഉസ്മാൻ്റെ വീട്ടിലാണുള്ളത്. നമുക്ക് ഏത് മീൻ അടിച്ചാലും അതിൻ്റെ കട്ടിങ് മാസ്റ്റർ ഉസ്മാനാണ്. ഹലോ ഗൈസ്, ഇത് കണ്ട അത്രയും വലിപ്പമുണ്ട്. നമ്മൾ ഫോട്ടോയിൽ കാണുന്ന പോലെയല്ല. ഇതാണോ പെണ്ണു ഉസ്മാനെ? ഇതാണ്. ആണല്ലേ? മുട്ട ഉണ്ടാവില്ല അല്ലേ? ഉണ്ടാവില്ല. എല്ലാം നല്ല മൂക്ക. കാണിച്ചു ഉസ്മാനെ കഷ്ണം. ഓ മാഷാ അല്ലാഹ്, ചോര തെറിക്കുന്നുണ്ട്. എൻ്റെ സൈസ് നോക്കിയതാ. ആ ഫ്രൈ പാൻ തന്നെ ഇത് നോക്കിക്കോ. ഒരു ഫ്രൈ പാനിൽ ഫുള്ള്. അപ്പോൾ ഇതിൻ്റെ സൈസ് നോക്കിയാൽ മതി. വലിയ ഫ്രൈ പാൻ. ആപ്പിൾ കഷ്ണം. ഇത് നമ്മളെ കൊണ്ടൊന്നും മുറിക്കാൻ പറ്റില്ല കേട്ടോ. ഇതൊക്കെ മുറിക്കണം ഉസ്മാൻ. നമുക്ക് ഏറ്റവും വലിയ കിങ് ഫിഷ് എത്ര ഉസ്മാനെ കിട്ടിയത്? നമ്മളെ ഗ്രൂപ്പിലോ? BS ഏറ്റവും വലുത് ഇതല്ലേ? ആദ്യം ഉണ്ടാകും 18 കിലോ കിട്ടിയെന്നല്ലേ? 18. അതന്ന് നമ്മൾ ഭീമയുള്ള സമയം. അതിൻ്റെ എല്ല് നമ്മൾ കട്ട് ചെയ്യുന്നുണ്ടല്ലേ? ബ്ലേഡ് വെച്ചിട്ടല്ലേ? വലിയല്ല, ഭയങ്കരമല്ല, മുറിക്കാൻ പറ്റുന്നില്ല. നമ്മളെ ഇരുമ്പെല്ലാം മുറിക്കുന്ന ബ്ലേഡില്ല, എക്സ്ട്രാ ബ്ലേഡ്. ഇത് വെച്ചിട്ടാണ് നമ്മൾ അതിൻ്റെ എല്ല് കട്ട് ചെയ്തത്.
മക്കളെ ഇതാ എന്താ ഇത് കാണുന്നത്. ഫ്രഷ് ഇതുപോലത്തെ സാധനം മാർക്കറ്റിലെല്ലാം കിട്ടും കേട്ടോ. മാർക്കറ്റിലെല്ലാം പിടിച്ച് ഐസ് ഇട്ട് പൗഡർ ഇട്ടിട്ട് 7 ദിനാറ് കിലോ കൈ വേണം ഇവിടെ എത്തണമെങ്കിൽ. ഇതിപ്പോൾ ചൂണ്ടയിട്ട് ഇപ്പം പിടിച്ച ഫ്രഷ് സാധനം. ഇതിൻ്റെ പല്ല് നിങ്ങൾ കണ്ട നോക്കുക, ഇതിൻ്റെ വലിപ്പം കണ്ട ഇത്രയാണ്. തല കൊണ്ടിട്ട് മുളക് ഇട്ടിട്ട് ഒരടിയുണ്ട്. പിന്നെ നമ്മളെ കാസർഗോഡ് ഒരു ദോശ ഉസ്മാൻ ദോശ. ആ ദോശ ചെള്ളോനെ അരി ദോശ. ഇതുണ്ടോ? ആ അല്ല, ഈ തലയും തലക്കറി. കിങ് ഫിഷാണ് ഇന്ന് പിടിച്ചതാണ്. ഫ്രഷ് എന്ന് പറഞ്ഞാൽ ഇത്ര ഫ്രഷ് ഒരാളും കഴിക്കൂല, എത്ര ഫ്രഷ് ആയിട്ട്. ഇതിന്റെ ഈ സാധനം ഉണ്ടല്ലോ, ഇത്ര സാധനം പച്ചക്കൊന്നു പച്ചടി തിന്നുന്ന എന്ത് ഭയങ്കര സൂപ്പർ ടേസ്റ്റാണ്. എന്താ പറയുക, ഇളനീരിൻ്റെ ഒക്കെ ഒരു ശരിക്കില്ല ജെല്ലി. ഒരു ജെല്ലി. എങ്ങനെയുണ്ട് ടേസ്റ്റ്? പൊളിയാ പൊളി. അത് എല്ലിനെല്ലാം നല്ല കൊളാജൻ എന്ന് പറയുന്നത്. കൊളാജൻ നാച്ചുറൽ ആയിട്ടുള്ള ഹൈ പ്രോട്ടീൻ രസമാണ്. സൂപ്പർ സാധനം. ഇതാണ് നമ്മുടെ ടീം കേട്ടോ, BSA ബഹ്റൈൻ. ഇത്രയും നല്ലൊരു ഫിഷിംഗ് ടീം ബഹ്റൈനില്ല. നോക്കൂ ഗൈസ്, നോക്കൂ, നിങ്ങൾ ചിന്തിക്കൂ. ലുക്കോ ആലെണ്ണ കണ്ട എത്ര കിട്ടും നോക്കുക. അതൊരു കയ്യിൻ്റെ ഇത്ര ഒരു മനുഷ്യന്റെ കയ്യിൻ്റെ നിങ്ങൾ അതിനെക്കാട്ടിലും വെറുതെ അല്ല ഇതിനെ കടയിലെ രാജാവ് എന്ന് പറയുന്നത് കേട്ടോ. ഇതിപ്പോ ഇങ്ങനത്തെ ഒരു മീൻ നമ്മൾ പുറത്ത് വാങ്ങിക്കുന്നുണ്ട്. 100 ദിനാണ് കൊടുക്കണം. ഇതെല്ലാം നമ്മളിപ്പോൾ കട്ട് ചെയ്യും. എന്നിട്ട് ഓരോ കെട്ട് കെട്ടാക്കിയിട്ട് നമ്മൾ വേണ്ടപ്പെട്ടവർക്ക് നമ്മൾ കൊടുക്കും. Under open sky, with our rods and our hearts on fire, BSA team, we'll never tire, we'll never tire, we'll never tire, we'll never tire. Every in our tales will live history. From the shore to the ocean blue, BSA's power shines through. Whispered secrets in the spray, echoes of the ഒന്നുകൂടി കട്ട് ചെയ്യണ്ടല്ലോ അല്ലേ? ഇതൊന്നുകൂടി കട്ട് ചെയ്യണ്ടല്ലോ. ആർക്ക് മീൻ കിട്ടിയാലും എത്തുന്ന വീടാണ്. ആ കത്തി കാണിച്ചു ഉസ്മാനെ, എത്ര മീൻ കിട്ടിയിട്ടുണ്ടാകും കത്തി? ഒരുപാട് കാണിച്ചു. ഉസ്മാന്റെ വീട്ടിലെത്താണ്ട് ഒരു മീൻ രക്ഷപ്പെട്ടു പോകില്ല അല്ല. വലിയ മീൻ എവിടെ ഇത്ര നല്ല കത്തി? നമ്മുടെ കത്തി വിക്ടോറിയനെക്സ് പറഞ്ഞിട്ടുള്ള കത്തിയാണ്. 27 ദിനാറാണ്. ഏകദേശം നാട്ടിലെ 6000 രൂപയാണ്. സ്വിറ്റ്സർലാൻഡിലെ കത്തി. സ്വിറ്റ്സർലാൻഡിന്റെ കത്തിയാണ് ഉസ്മാൻ കട്ട് ചെയ്യുന്നത്. നമുക്ക് എല്ലാവർക്കും വലിയ മീൻ അടിച്ചാലും ഉസ്മാന്റെ വീട്ടിൽ മീൻ എത്തിയിരിക്കും. കട്ട് ചെയ്യാൻ നമ്മളെ ഗുരുവാണ് ഉസ്മാൻ. ഗുരുക്ക് ഗുരുദക്ഷിണ വെക്കണം അല്ലേ? ഗുരുദക്ഷിണ കൊടുക്കണം. ഒരു 20 കിലോന്റെ മീനും കൂടി എത്തും ഉസ്മാനെ. നമുക്കിത് കട്ട് ചെയ്യുന്ന കാണുമ്പോൾ വളരെ ഈസി പോലെ ഉണ്ട്. അറിയുന്നതൊക്കെ ഈസി കേട്ടോ. അറിയാത്തൊക്കെ എന്താ ഉസ്മാൻ അലുവ കഷ്ണത്. അതുപോലെ ഈ അടിഭാഗത്തോട്ട് വരുമ്പോഴേ എൻ്റെ എല്ലിന് വണ്ണം കൂടും. അപ്പോൾ പെട്ടെന്ന് ചതഞ്ഞു പോകും. നമ്മൾ കൂടുതൽ നമ്മൾ ഇതുവരെ 1/4 ഭാഗം ഇട്ട് കേട്ടോ. ഇനിയും ബാക്കിയുണ്ട്. ഇപ്പൊ 1/4 ഭാഗമായിട്ട് നിങ്ങൾ
കലാസർക്കാം ആ എടുക്കടാ. അല്ലേ? അതെന്താ അറിയോ, ഈ സാധനമാണ് ഉസ്മാൻ തിന്ന സാധനം. പക്ഷേ വലയുണ്ട, അടിപൊളി വാലാണ് ഭായി. കടലിലെ രാജാ അതിന്റെ പല്ലുണ്ടല്ലോ ഇതാ കാണിച്ചാൽ അതിന്റെ നൂല് പൊട്ടിക്കുന്ന ബ്രൈഡ് ഇത് കണ്ട ഗൈസ്, കടലിലെ രാജാവ് ഇന്ന് ഞങ്ങളുടെ ചട്ടിയിൽ അതിഥി. എക്സ് ബ്രൈഡാണ്. ഇതാ ഈ 12 ആണ്. 25 LBയുടെ ബ്രൈഡാണ് കേട്ടോ. ഓക്കെ, ഏകദേശം 12 കിലോ അല്ലേ? 12 കിലോ ഇങ്ങനത്തെ ബ്രൈഡിലാണ് നമ്മൾ പിടിക്കുന്നത്. ഇത് ഞാൻ കാണിച്ചത്. ഞങ്ങളിത് ഇങ്ങനത്തെ ബ്രൈഡ് വെച്ചിട്ടാണ് കണ്ടോ, അത് ഞാൻ 4 പീസാക്കണേ. ഇതിന്റെ വായിൽ ഞങ്ങളെന്നില്ലേ ഒരുപാട് മീൻ. ഇന്ന് എത്ര 3 മീനാണ് അല്ലേ? ഇന്ന് 3 മീൻ പൊട്ടിച്ചു. 1 2 3. ഇത് 2 ആൾക്കാർ വലിച്ചാൽ ഇത് പൊട്ടൂല. 4 5 6. ഇത് 6 ലെയറാട്ടോ ഗൈസ്. 6 ലെയർ ബ്രൈഡാണ്. നോക്കോ, ഒന്ന് ഇങ്ങനെ കുത്തിനെ പിടിച്ചാ കണ്ടോ മുറിഞ്ഞത്. 6 ലെയർ. ഒരു മിനിറ്റ് ഗൈസ്, നമ്മളൊരു ടെസ്റ്റിങ് നടത്തുകയാണ് ഈ മീനിന്റെ പല്ല് എത്ര തരം ഉണ്ട്, എത്ര ശക്തി ഉണ്ടെന്ന്. സ്റ്റീൽ വയറാണ്. കാരണം സ്റ്റീൽ വയർ ഇട്ടിട്ട് പിടിച്ചാൽ നമുക്ക് മീനെ കയറ്റാൻ പറ്റുമെന്ന് നമ്മൾ ടെസ്റ്റ് എടുത്താണ് ഗൈസ്. ഒന്ന് നോക്കിയേ, ആ സ്റ്റീൽ വയർ ഒന്ന് കാണിച്ചു കൊടുക്കും. സ്റ്റീൽ വയർ ഇതാണ് സ്റ്റീൽ വയർ. കണ്ടോ, നിങ്ങൾ സ്റ്റീൽ വയർ ഇട്ടാൽ ഇത് പൊട്ടിക്കുന്ന നോക്കാതെ. ഓക്കെ ഓക്കെ, ഇതുണ്ടോ ഗൈസ്. ആ ഗൈസ്, സ്റ്റീൽ വയർ വരെ പൊട്ടിപ്പോയി. പിന്നെ എന്ത് പോകണം അല്ലേ? സ്റ്റീൽ ഇട്ടിട്ട് പിടിക്കുന്ന ആ പൊട്ടിയ സ്റ്റീൽ വയർ കാണിച്ചേ. ഒരു പീസ് ഇതാ, ചെറിയ പീസ് ഇതാ. സമാധാനമില്ല സ്റ്റീൽ വയർ ഇടുന്നിടത്ത്. പൊട്ടിക്കാൻ വിചാരിച്ചാൽ മീൻ എങ്ങനെയും പൊട്ടിക്കും. വിമാൻ അങ്ങനെ തലേനെ ഞങ്ങൾ കട്ട് ചെയ്യാൻ വന്ന് കഴിച്ചു. ഈ തലേനെ നമുക്കൊരു പൊരുത്തോണ്ട് ഉസ്മാനെ നല്ല മുളകിൽ വെച്ചിട്ടില്ലേ, കാസർഗോഡ് മലയാളത്തിൽ പറഞ്ഞാൽ പല മഞ്ഞത്തണിയും ചള്ളോൻ. ചള്ളോൻ എന്തെന്നറിയോ എനിക്ക്? അരിദോശ. നിങ്ങൾ പഴംപൊരിക്കും തരും. വേറെ 1-2 പേരുണ്ട്. ബാക്കച്ചേ അത് മാത്രമൊന്നുമല്ല, വേറെ ഉണ്ട്. വേറെ ഞാൻ കേട്ടുന്നല്ല. ബാക്കച്ചത് ബാക്കച്ചന്നെ ആയിരിക്കും. അല്ല, വേറെ 3-4 പേര് ഞാൻ കേട്ടു. എന്താണ് ഇവിടെ കണ്ട അലുവ കഷ്ണം. അലുവ കഷ്ണമാണ് ഇവിടെ. ഏറ്റവും വിഷമമുള്ളൊരു പാർട്ടാണ് അല്ലേ തല വെട്ടുന്ന തല. കാരണം നമുക്കിത് നിൽക്കൂല അപ്പം ഇതിൽ കട്ടിംഗ് ബോർഡിൽ. നമ്മളില്ല ഇത് പുറത്ത് പോയി കട്ട് ചെയ്യണമെങ്കിലും 1 കിലോന് 3 രൂപ കൊടുക്കണം സാധനം. ഒരു 4 ദിനാറ് കൊടുക്കണം ഇത് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. തലൻ്റെ ഭാഗം പൂ വേണ്ട. ഇതൊക്കെ ഒരു എന്താ ഒരു ഭാഗ്യമാണ് ഉസ്മാൻ അല്ലേ, ഇങ്ങനെ ഫ്രഷ് തിന്നാൻ. പിന്നെ പറയാണ്ട് നാച്ചുറൽ ബൈ നാച്ചുറൽ സാധനം, ഫുൾ പ്രോട്ടീൻ ആണ്. 60-70 100 കൊടുത്തിട്ട് ഒരു ഫ്രഷ് നമ്മൾ എന്തായാലും ഇത് വേണം. ഇതെല്ലാം മോഹവില. ഇതിനിപ്പോൾ 150 തരുന്ന ആൾക്കാരുണ്ടാവും മോഹവിലകൾ. വളരെ ഷാർപ്പായിട്ടുള്ള എല്ലുള്ളതാണ്. ഇത്ര കണ്ട് എന്തല്ലേ ലിവറല്ല ദിനാസൊക്കെ. ലിവറല്ല അതൊന്നുകൂടെ. ഇതോ ഇത് തിന്നാൻ പറ്റില്ല. അതിന്റെ വേസ്റ്റാണ്. വേസ്റ്റാ? അതുകൊണ്ട് അതിന്റെ വേസ്റ്റ് അത് മുറിച്ചിട്ട്
വേണോ? Rain, we're riding high on the breeze under open sky. With our rods and our hearts on fire, BS18. വേണോ? ലിവർ ഇട്ടോ. We'll never tire. We'll never tire. We'll never tire. We'll never tire. ഇത് കട്ട് ചെയ്യുന്നതിൽ ഗൈസ് ഭയങ്കര ടാസ്ക്കാണ്. ഇത് ടാസ്ക് പിടിച്ചൊരു പണിയാണ്. It's a victory. In our tales they'll live history. From the shore to the ocean blue, BSA's power shines through. Whisper secrets in the spray. Echoes of another day. ആ നാസർ കാക്കോ, Sparkling bay. BSA's here to rule the fray. Moonlight glows upon our quest. Racing waves നോക്ക് ഗൈസ്. and blessed. Casting dreams with hooks so fine. BSA's legends will shine. ഇപ്പോഴത്തെ നമ്മളെ ഇതാണ് പെർഫെക്റ്റ് പീസ്. We're riding high on the breeze under open sky. With our rods and our hearts ഒന്ന് കടിച്ചെടുത്ത് ഉസ്മാനെ. ഇതെന്ത് ഹലുവ കഷ്ണ. will never tire. നല്ല ഇത്തിരി കുരുമുളക് പൊടി, ഇത്തിരി മഞ്ഞൾപ്പൊടി തവയിൽ വെച്ചിട്ട് ഒരടി അതിൽ കൂടി കഷ്ണം. മാഷാഅല്ലാ, നോക്കേ പൊളി. Every catch is a victory. In our tale കടലിലെ രാജാവ് ഇന്ന് നമ്മുടെ ചട്ടിയിലെ അതിഥി അല്ലേ? യെസ്. എന്ത് രാജാവ് ചെന്ന് ബുദ്ധിയുണ്ട്. പ്ലാസ്റ്റിക് മീനിന്റെ ബാക്കിലാണ് ഓടി വന്നത്. കടികള്. echoes of another day. We're the kings of the sparkling bay. BSA's here to rule the fray. Moonlight glows upon our quest. Racing waves, we're feeling blessed. Casting dreams with hooks so fine. BSA's legends will ഭയങ്കര ഹാർഡാണ് കൈസ്. മുറിക്കാൻ പറ്റില്ല. ഇരുമ്പ് മുറിക്കുന്ന ആൾക്കാണ് മുറിക്കുന്നത്. ടേക്കൊക്കെ rain, we're riding high on the breeze under open sky. എന്താണ് കൈസ്. Rods and our hearts on fire. BS18. We'll never tire. We'll never tire. ഉസ്മാനത ക്ഷീണിച്ചിട്ട് അശോകന് ക്ഷീണാവാം. ആ അശോകന് ക്ഷീണാവാം. പിന്നെ അടുത്ത മീൻ വരിക്കോ മുറിക്കാൻ. Every catch is a victory. In our tales they'll live history. From the shore കൊല്ലാത്ത to the സൈസിലെ. ocean blue, ഇതിങ്ങനെ ആക്കിയല്ലോ സർക്കാർ. അങ്ങനെ വെച്ചോ. power shines അല്ലേ? through. Whisper secrets. വെട്ടാൻ പറ്റില്ല കൈസ്. ഞങ്ങൾ തിരിച്ചിട്ട് വെട്ടാം. Echoes of another day. We're the kings of the sparkling bay. BSA's here to rule the fray. Moonlight ഓക്കെ ഒയ്യാതെത്തി racing waves, we're ഈ feeling ഫിഷിംഗ് കൊടുത്തിട്ടുണ്ട് ഉസ്മാനെ. ആ പറയാണ്ടോ? എത്ര മണിക്കൂർ ഉസ്മാൻ എങ്ങനെയുണ്ടാവും? ഇങ്ങനെ ഉസ്മാൻ്റെ പോലെ കറുത്ത് പാളിച്ച് നാളത്തോടു കൂടി ഞങ്ങൾ മത്സരം അവസാനിക്കുന്നു. BS ബഹ്റൈൻ്റെ നാളത്തോടു കൂടി തിരഞ്ഞെടുക്കും. മിക്കവാറും ഒന്നാം സമ്മാനം തന്നെ ആയിക്കോട്ടെ ഇതല്ലേ? പറയാൻ പറ്റും. ഒരു ദിവസം കൂടി ഉണ്ടല്ലോ അല്ലേ? കഴിഞ്ഞ വർഷം ഞങ്ങളെ ഏറ്റവും 15 അല്ലേ? 15. ഇപ്രാവശ്യം 17 കിലോ. ഒരു ആടർത്തോലുണ്ട് അല്ലേ? പിന്നെ ആടർക്ക് എത്ര മീറ്റിനെ കിട്ടുള്ളൂ. ഇത് കേടുപാടം കഴിഞ്ഞത്. അതിനൊന്നും കളയാനില്ല അല്ലേ? എന്തും തോലൊക്കെ പോകും. ഇതൊന്നും കളയാനില്ല. with our rods and our hearts on fire. BS18. We'll never tire.
താഴത്തെ പോലെ അത്രയും മീറ്റാണ്. ഇത് പൊളിച്ചോളൂ. power shines through. Whisper secrets in the spray. Echoes of the day. We're the kings of the sparkling bay. BSA's here to rule the fray. Moonlight glows upon our quest. എന്താണ് സൽമാൻ? ഹലുവ കഷ്ണങ്ങളാണ് ഗൈസ്, ഹലുവ കഷ്ണങ്ങളാ. നോക്കിയേ, again. Second fish on. വീഡിയോ എടുക്കാം. Fish on. Power shines through. ഉണ്ട് വണ്ടിയിലില്ല. അതങ്ങനത്തെ ബാക്ക് സൈഡിലുണ്ട്. ബാക്ക് സൈഡിലുണ്ട്. ബാക്ക് തുറന്നു പോലെ ബാക്ക് അതന്നെ കൊണ്ടുവരെ ജാറപ്പൊന്ന് കഫന് റിയാസ് ഭായ് shines through. Whisper secrets in the spray. Echoes of another day. We're the kings of the sparkling bay. BSA's here to rule the fray. ബാലിന് പിന്നെ ഉപ്പറ്റില്
ബോളിൽ കുവൈറ്റിൽ മീൻ കാണാൻ തുടങ്ങി. അല്ല വാൽമേല സംഗതി ചെറുതല്ല കേട്ടോ. അടിച്ചോ. Good shot. Oh, big one. Wow. Good shot. അടുത്ത സാധനം വലുതുണ്ട് കേട്ടോ. ചെറുതെന്നാ വിചാരിച്ചത്, പക്ഷേ ചെറുതല്ല. അയ്യോ, സംഗതി വലുതുണ്ട്. ഓ, കബീർ, കൺഗ്രാറ്റുലേഷൻ. സംഭവം വെരി ബിഗ് വൺ. പക്ഷേ ബിഗ് ഒന്നും തോന്നിട്ടില്ല, കാരണം ഡ്രാഗൺ നല്ല ടൈറ്റിലായിരുന്നു. ഇങ്ങോട്ട് പുറത്തോട്ട് വരും. മാഷാഅല്ലാ, വെരി ബിഗ് വൺ. കബീർ ഭായ് ചെസ്റ്റ് നമ്പർ പറയേ. ചെസ്റ്റ് നമ്പർ ഫസ്റ്റ് ടൈം ആണ് പറഞ്ഞത്. ഓക്കെ, 144. ഓക്കെ, ക്രൈസി റോഡ്. ഓക്കെ, ഷിമാനോ സഹാറ. ഓക്കെ, വെയിറ്റ് നോക്കാം. ഓക്കെ. 00. ഓക്കെ, 00. ഓക്കെ. ഒരു മിനിറ്റ് കേട്ടോ. കല്ലിന്റെ മുകളിൽ കയറി. ചെറിയ സപ്പോർട്ട് ലോക്കായി പറയണേ. ഇതാ താഴെയുണ്ട്, മേലുണ്ട്. കുറച്ച് പൊക്കി. ഇനി പൊക്കാൻ പറ്റൂലേ. ഓക്കെ. അപ്പോൾ നമ്മൾ ഇന്ന് വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. കൂടെ വിളിച്ച ക്യാപ്റ്റൻ ജോബിനുണ്ട്, ചാമ്പ്യൻ കബീർ ഉണ്ട്, ലൂസർ എബി ഉണ്ട്, ഷൈനുണ്ട്, മോസിൻ ഭായ് ഉണ്ട്. അപ്പോൾ പുതിയൊരു വീഡിയോ വരുന്നവർക്കും എല്ലാവർക്കും വണക്കം. സി യു, ബൈ, ടേക്ക് കെയർ.